ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കെ നെക്സ്റ്റ്. നമ്മുടെ ഹിന്ദി എക്സാമിന് നമുക്ക് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ പോസ്റ്റർ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ആൻസർ ചെയ്ത് വരുന്ന സാധനമാണ് പോസ്റ്റർ. എന്നിരുന്നാലും 6 മാർക്കിന് ചോദിക്കുന്ന ഈ പോസ്റ്ററില് നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം നൽകിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ആദ്യം വായിക്കേണ്ടത് അതിന്റെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഹെ. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ഒക്ടോബർ 2 എന്താണ്? ഗാന്ധി ജയന്തിയാണ്. മാൻ ലേ ഇസ് അവസർ പർ ആപ്കെ സ്കൂൾ മേ, അല്ലെ, നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. മാൻ ലേ, നിങ്ങളുടെ സ്കൂളിൽ ഈ അവസരത്തിൽ ഗാന്ധിജി കെ ജീവൻ കെ ആധാർ പർ एक फोटो प्रदर्शनी होने वाली है, उसके लिए एक പോസ്റ്റർ തയ്യാർ കരെ. ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രോഗ്രാം എന്ത് പ്രോഗ്രാം ആണോ കണ്ടക്ട് ചെയ്യുന്നത്, ഒരു പക്ഷെ അത് സങ്കോഷ്ഠി ആയിരിക്കാം, നാടകമായിരിക്കാം, അതല്ലെങ്കിൽ ഗണതന്ത്ര ദിവസനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രഭാഷണമോ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കാം. അപ്പൊ നമ്മൾ അവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്ത് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ഇവിടെ കാര്യക്രം എന്ന കാര്യം അവിടെ കൊടുക്കണം. ഇവിടെ എന്താണ് കാര്യക്രം? ഇവിടുത്തെ കാര്യക്രം ഫോട്ടോ പ്രദർശനിയാണ്. അപ്പൊ നമ്മൾ അതൊന്നും ഇവിടെ ഫോട്ടോ പ്രദർശിനി. ഇനി എന്തിനെ കുറിച്ചാണ് ഫോട്ടോ പ്രദർശിനി? അപ്പൊ നമ്മൾ ഇവിടെ ഡേറ്റ് ഒന്ന് കൊടുക്കാം. അക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇനി ടൈം കൊടുക്കുക. സുബഹ് 10 ബജെ സ്കൂൾ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സഭാഗൃഹ്. സ്കൂൾ സഭാഗൃഹമേ, സ്കൂൾ സഭാഗൃഹമേ, അല്ലെ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു. ഉദ്ഘാടൻ പ്രധാനാധ്യാപക്. അപ്പൊ പ്രധാന അധ്യാപകനാണ് ആര്? ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നത്. സബ്കോ സ്വാഗത്. അവസാനം അത് നിർബന്ധമായി എഴുതണം, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് എന്താണ് പ്രോഗ്രാം, എന്നാണ് ഡേറ്റ് കൊടുക്കുക, സമയം കൊടുക്കുക, എല്ലാവരെയും സ്വാഗതം ചെയ്യുക, ആ പ്രോഗ്രാം എന്താന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഇതുപോലെ ഉദ്ഘാടനം നമുക്ക് അത് കൊടുക്കാം. പിന്നെ അത് കൂടാതെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ട്. സ്കൂളിന്റെ പേരാണ് GVHSS. വടകര. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്കൂളിന്റെ പേരും കൊടുത്തു. അപ്പൊ ഇത്രയായാൽ നമുക്ക് 6 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ചോദ്യം. बाजार में एक नई चाय पत्ती आई है, इसके लिए एक आकर्षक विज्ञापन तैयार करे. ഇങ്ങനെ ഒരു വിജ്ഞാപൻ തയ്യാറാക്കുന്ന സമയത്ത് ഇവിടെ തീർച്ചയായും ആ പ്രോഡക്റ്റിന്റെ പേരാണ് അല്ലെ കൂടുതലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ടാറ്റ എന്ന് തന്നെ കൊടുക്കാം. ടാറ്റ ചായ് പത്തി. അല്ലെ, എന്നിട്ട് വേണം ഒരു വാചകം കൊടുക്കാം. ബാസാർ മേ നയ, बाजार में नया और स्वाद में ആകെ, അല്ലെ, സ്വാദിൽ മുന്നിലും. എന്താണ്? ബാസാറില് പുതിയതുമാണ്, സ്വാദിൽ മുന്നിലുമാണ് ചായ് പത്തി. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എന്തൊരു പ്രൊഡക്റ്റ് തന്നാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോക്സോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട്
നിങ്ങൾക്ക് അതേക്കുറിച്ച് ആ ഒരു പ്രൊഡക്റ്റിന്റെ പേരൊക്കെ കൊടുത്താൽ നല്ലതായിരിക്കും. 8 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ടാറ്റ ടീ. ഓക്കെ, അപ്പൊ നമ്മൾ ടാറ്റ ടീ എന്ന് കൊടുത്തു. ഇനി ഹർ സുബഹ് ടാറ്റ ടീ കെ സാത്ത്, അല്ലെ, എല്ലാ ദിവസവും ടാറ്റ ടീയോടൊപ്പം. ഇനി സമ്പർക്ക് കരെ, ഏതൊരു വിജ്ഞാപനം കൊടുക്കുമ്പോഴും നിങ്ങൾ അതിനോടൊപ്പം എന്ത് കൊടുക്കണം? സമ്പർക്ക് കരെ എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുക്കണം. ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കാം. എന്തെങ്കിലും ഒരു ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വിജ്ഞാപൻ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് എഴുതാനുണ്ടാകുക, അല്ലെ? അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് അവിടെ എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. എന്നിട്ട് അതിന്റെ കൂടെ ഇനി വേണമെങ്കിൽ ഏക് കെ സാത്ത് ഏക് മുഫ്ത് എന്ന് കൊടുക്കാം. താസ, ബേഹദ് സ്വാദിഷ്ട്. ഇവിടെ ചോദ്യത്തിൽ തന്നെ ഇത്തരം വേർഡ്സ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. കം ദാമേ, അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണമേന്മയെ എടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പറയാം. അപ്പൊ ഈ 2 ചോദ്യങ്ങളും നിങ്ങൾക്കൊരു 12 മാർക്കിന്റെ അടുത്ത് സ്കോർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് മറന്നു പോണ്ട. 12 മാർക്കിൽ കൂടുതൽ എന്ന് പറയാം. 6 മാർക്കും 8 മാർക്കും 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോക്കൂ, വളരെ ചെറിയ 2 ചോദ്യമാണ്, അല്ലെ? വളരെ കുറഞ്ഞ സമയത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പൊ നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എക്സാമിന് ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അല്ലാതെ കുറേ സമയം, ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ട ഒരു ടൈം നിങ്ങളിൽ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതുപോലെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോസുമായി കാണാം. അപ്പോഴേക്കും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.